ജൂൺ 15 ഞായറാഴ്ച, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. യോഹന്നാൻ 16:12 മുതൽ 15 വരെ വാക്യങ്ങൾ. ഇന്ന് പെന്തക്കോസ്ത ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ഞായറാഴ്ച നാം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ ഞായറാഴ്ചത്തെ ആഘോഷത്തിൽ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങളിലൊന്ന്, തീർച്ചയായും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം വിശ്വസിക്കുന്നതിൻ്റെ കാതൽ തന്നെ നാം അടയാളപ്പെടുത്തുന്നു. ഏകനായ ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു. അതേസമയം ത്രിത്വം എന്ന വാക്ക് നമ്മളെ കാണിക്കുന്നത് പോലെ അവൻ ഒരേ സമയം 3 ആളുകളുമാണ്. അതിനാൽ നമ്മുടെ ത്രിത്വ വിശ്വാസത്തിലും വിശ്വാസ പ്രമാണത്തിലും നാം എല്ലാവരും കർത്താവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതായത് ഏകനും എന്നാൽ 3 പ്രകൃതിയിൽ 1. ത്രിത്വം എന്ന നിലയിൽ ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണെന്ന് നമ്മോട് പറയുന്നു. ആ സ്നേഹത്തിൽ നമ്മെ ഉൾപ്പെടുത്താനും നമ്മോടൊപ്പം സ്നേഹം പങ്കിടാനും നമ്മെ രക്ഷിക്കാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു. പിതാവ്, പുത്രൻ, ആത്മാവ് എന്നീ മുഴുവൻ ത്രിത്വവും നമ്മെ സ്നേഹിക്കുന്നു. സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നതായി കാണാം: ഇപ്പോൾ നമുക്ക് മനുഷ്യരാശി രക്ഷിക്കാം, കാരണം നമ്മുടെ സ്വന്തം കൈകൊണ്ട് സ്നേഹത്താൽ രൂപപ്പെട്ട സൃഷ്ടികളെ നാം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിൽ പ്രചോദിപ്പിക്കുന്ന അതേ ആഴത്തിലുള്ള സ്നേഹം, ഔദാര്യം, പങ്കുവയ്ക്കൽ, ഉൾപ്പെടുത്തൽ, ബഹുമാനം, നീതി, വൈവിധ്യം, പരസ്പര ബന്ധം എന്നിവ നമ്മുടെ സ്വന്തം ജീവിതത്തിലും പ്രവൃത്തികളിലും പ്രതിധ്വനിക്കുന്നത് അതിശയകരമാണ്. പരിശുദ്ധ ത്രിത്വത്തെ എങ്ങനെ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും? അയർലൻഡിലെ പ്രശസ്ത മിഷണറിയും രക്ഷാധികാരിയുമായ സെയിൻറ്റ് പാട്രിക് ഷാംറോക്കിൻ്റെ ചിഹ്നത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ 3 ഇലകളുള്ള ക്ലോവറിൻ്റെ പേരിലോ ഓർമ്മിക്കപ്പെടുന്നു. അയർലൻഡിലുടനീളമുള്ള വിജാതിയർക്ക് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ദൈവസ്വഭാവം വിശദീകരിക്കാൻ അദ്ദേഹം ഈ ഷാംറോക്കാണ് ഉപയോഗിച്ചത്. ഷാംറോക്കിൻ്റെ 3 ഇലകളിൽ 1 എടുത്തു കളഞ്ഞാൽ അത് ഷാംറോക്കല്ല, അപൂർണമാണ്. ഷാംറോക്കിൻ്റെ 3 ഇലകളിലും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയം അവ പരസ്പരം വ്യക്തമായി വേർതിരിച്ചറിയാനും കഴിയും. അതിനാൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഷാംറോക്കിനെ കാണാം. 3 ദിവ്യ വ്യക്തികൾ, എന്നാൽ ഒരു ദൈവം. പൂർണ്ണമായ ഐക്യത്തിലൊരു ദൈവം, 3 വ്യത്യസ്തമാണെങ്കിലും. നമ്മുടെ പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം, ത്രിത്വം എന്താണെന്നതിൻ്റെ പൂർണ്ണ സത്യത്തെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിലെ കടലിലെ വെള്ളം മണലിലെ ഒരു കുഴിയിലേക്ക് ഒഴിക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയുമായി ഇങ്ങനെ അഗസ്റ്റിൻ കണ്ടുമുട്ടുന്നത് പറയുന്നുണ്ട്. ഇത്രയും കടലിലെ വെള്ളം മുഴുവനും പറ്റിക്കുക, ഇത്രയും അസാധ്യമായൊരു ജോലി ചെയ്യുന്നത് എന്താണെന്ന് അഗസ്റ്റിൻ കുട്ടിയോട് ചോദിച്ചപ്പോൾ വാസ്തവത്തിൽ വേഷം മാറിയ കർത്താവായിരുന്നു ആ കുട്ടി. അവൻ പറഞ്ഞു, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുഴുവൻ സ്വഭാവവും രഹസ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ്
കടലിലെ വെള്ളം പറ്റിക്കുക എന്നത്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ അഗസ്റ്റിൻ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ മാസ്റ്റർ പീസുകളിലൊന്നായ ഡി ട്രിനിറ്റേറ്റ് അല്ലെങ്കിൽ ഓൺ ദ ഹോളി ട്രിനിറ്റി എന്ന പുസ്തകം എഴുതി. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും നമ്മുടെ ദൈവമായ കർത്താവിൽ വിശ്വാസവും ആശ്രയവും അർപ്പിക്കാം. അവനേകനും ഐക്യത്തിൽ അവിഭാജ്യനും അതേസമയം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യത്യസ്ത ദിവ്യ വ്യക്തികളായി ഒരേ സമയം നിലനിൽക്കുന്നവനുമാണ്. ത്രിയേക ദൈവമായ നമ്മുടെ യജമാനും രാജാവുമായ കർത്താവ് നമ്മുടെ എല്ലാ നല്ല പ്രവൃത്തികളെയും പരിശ്രമങ്ങളെയും എപ്പോഴും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.